ഹലോ, കർണാടക അങ്കോളയിൽ നടന്ന അർജുന്റെ കേസ് ആരും തന്നെ മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. 16-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നതൊക്കെ. അന്ന് നമ്മുടെ ഈ ഷിനു എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡാണ് ഈ ഒരു ദൃശ്യം പകർത്തിയതുമൊക്കെ. പക്ഷേ ഈ ദൃശ്യം പകർത്തി 2 ദിവസത്തിന് ശേഷമാണ് അർജുൻ്റെ ഫാമിലി ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത്. അർജുനെ കാണാനില്ല എന്ന് പറയുന്ന ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഈ തൊട്ട് മുമ്പെന്ന് പറയുമ്പോൾ 10-20 മിനിറ്റ് മുമ്പുള്ള അതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ എടുത്ത ഒരു ദൃശ്യം എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 4-ാമത്തെ ദിവസം യൂട്യൂബിൽ എൻ്റെ ഇലാന ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് എൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ഉൾപ്പെടെ പല ചാനലുകാരും വന്നിട്ട് എന്നോട് ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞ് ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനോട് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ എന്നാ ഷിനു അതിലെ വണ്ടിയായിട്ട് പോയത് ഓർക്കുന്നുണ്ടോ? ഞാൻ 16-ാം തീയതി പോണേ. സമയം ഓർക്കുന്നുണ്ടോ? സമയം കാലത്താണ് ഒരു 8:15 അറേഞ്ച് 8 മണി 8:15 അറേഞ്ച് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ന്യൂസിലും പിന്നെ ഷിനു ഇവിടെ വന്ന് പറയാറുണ്ട്, നിങ്ങൾ എല്ലാ ഡ്രൈവർമാരും അവിടെയാണ് കുളിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ അവിടെയാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? എല്ലാവരും അവിടെ കുളിക്കണം. ഇപ്പൊ ഞങ്ങൾ അവിടെ കുളിക്കാറ്, ഭക്ഷണം കഴിക്കാറ് എല്ലാവരും അവിടെ തന്നെയാണ് കൂടുതലും ആൾക്കാർ. പിന്നെ അവിടെ നിന്ന് വിട്ടാൽ പിന്നെ സ്ഥലമുള്ളത് വിജയന്റെ അവിടെയാണ്. അവിടെ ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴുകണമായതുകൊണ്ട് കുളിക്കുന്ന എല്ലാവരും ഇവിടെ തന്നെയാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? തൊട്ട് മുമ്പ് പറഞ്ഞാൽ അങ്ങനെ ഓർമ്മയൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളിത് ഒരു ഇൻസിഡന്റ് ആയിട്ട് ഉദ്ദേശിക്കണ്ടായില്ല. അപ്പൊ ആ ദൃശ്യം പകർത്താനുള്ള കാരണം എന്താ? ദൃശ്യം പകർത്താൻ കാരണം മുന്നിലുണ്ടായ ഒരു സംഭവം. അതിന് തൊട്ട് മുമ്പ് 2 വീഡിയോ ഉണ്ട് അതില്. ആദ്യത്തെ വീഡിയോ ഒരു വണ്ടിയിൽ ഇരുന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ഒരാള് എന്റെ കൂട്ടുകാരൻ വിഷ്ണു എന്ന് പറഞ്ഞ അവൻ ഇപ്പുറത്തിരുന്ന് എടുക്കുന്ന വീഡിയോ ഞങ്ങളുടെ മുന്നിലേക്ക് വീണ മരത്തിന്റെ, അതായത് മരവും എല്ലാം കൂടെ ഒരു ഇത് വീണായിരുന്നു, മണ്ണിടിഞ്ഞിട്ട്. ആ മണ്ണിടിഞ്ഞ് വീണതിന്റെ അത്രയും ഭാഗം ഞങ്ങൾ ആദ്യം വീഡിയോ എടുത്തായിരുന്നു. ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് വണ്ടി കയറ്റി. അപ്പൊ വണ്ടി ഞങ്ങളുടെ മുന്നിലിരിക്കണ മണ്ണ് വീണേ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി ബ്ലോക്കായി. അതായത് ഇതിനൊരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ മുമ്പാണ് ആദ്യം മണ്ണിടിച്ചിട്ടുണ്ടാവുന്നത്. ആ ആദ്യം മണ്ണിടിച്ചില് വണ്ടി നിർത്തി പെട്ടെന്ന് ബസ്സിന്റെ മുന്നിലേക്കാണ് മണ്ണ് വീഴുന്നത്. 2 ബസ് ഉണ്ടായിരുന്നു, അതിന് മുന്നിലത്തെ ബസ്സിന്റെ മുന്നിലേക്കാണ് മണ്ണ് വീഴുന്നത്. അപ്പൊ അവിടെ വണ്ടി ചവിട്ടി നിർത്തുകയും അതിനുശേഷം വണ്ടി ഞങ്ങളെല്ലാവരും ഡ്രൈവർമാരെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇനി മണ്ണ് ഇടിയാം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ പുറകോട്ട് എടുത്ത വണ്ടികളെല്ലാം. ഞങ്ങളുടെ വണ്ടി ഇതിന് വലുതായതുകൊണ്ട് ഭാരത് ബെൻസിന്റെ തന്നെ 32 അടിയാണ്, കണ്ടെയ്നർ ബോഡിയാണ്. അപ്പൊ ഞങ്ങൾക്കത് അവിടെ ഇട്ട് തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പുറകിലേക്ക് എടുക്കുക ചെയ്തത്. അങ്ങനെ പുറകിലേക്ക് എടുത്ത് റോങ് സൈഡ് കയറി ഡിവൈഡർ കട്ട് ചെയ്ത് ബസ് ഞങ്ങൾ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ള കാറുകാരും ബൈക്കുകാരും ഈ പറഞ്ഞ ബസ്സുകാരും ഒക്കെ ഒറ്റ വഴിയാണ് പോകേണ്ടായത്. അതിനുശേഷമാണ് അങ്കോളയിലേക്ക് എത്തണത്. അങ്കോള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അപകടം ഉണ്ടാകുന്ന ഈ ലക്ഷ്മണൻ ചേട്ടൻ്റെ കടയിലേക്ക് എത്തണം. അതിനുശേഷം വണ്ടി അവിടെ ഒതുക്കി ഭക്ഷണം കഴിക്കാം, കുളിക്കാം, ഇഷ്ടംപോലെ സൗകര്യങ്ങൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ വണ്ടി ഞങ്ങൾ സൈഡാക്കി. അപ്പോൾ ഒരു മലയാളി വണ്ടി കുളിക്കുന്നുണ്ട്. ഒരു മലയാളി, അത് ആരാന്നറിയില്ല, ഒരു ഭാരത് ബെൻസ് തന്നെയാണ് വണ്ടി. അല്ല, വേറൊരു ഭാരത് ബെൻസ് കുളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി 2 ടാങ്കർ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ടാങ്കറുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഒരു കാറുണ്ട്. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കാലി ടാങ്കർ കിടക്കുന്നുണ്ട്, പിന്നെ ഒരു കർണാടക വണ്ടി കിടക്കുന്നുണ്ട്. അത് കാര്യമാണ്, കാരണം ഇങ്ങോട്ട് പോകുന്നത് കാര്യമായിരിക്കും. മംഗലാപുരത്തേക്ക് ലോറി കയറ്റാൻ വന്നത് കാര്യമായിരിക്കും. അങ്ങനെ അത്ര വണ്ടി ഈ അർജുന്റെ വണ്ടി ഓൾറെഡി എനിക്ക്, കാരണം അവിടെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. എല്ലാ വണ്ടിയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഏത് വണ്ടിയാണ് എന്താണ്, കാരണം നമുക്ക് പരിചയമില്ലാത്ത വണ്ടികൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ടാങ്കർ എന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമുള്ളതുകൊണ്ട് കാപ്സിയുടെ എല്ലാ ഡ്രൈവർമാർക്ക് അറിയണതാണ്. അത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. ആ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ബൈക്കുകൾ കിടക്കുന്നുണ്ട്, ഭാരത് ബെൻസുകൾ കിടക്കുന്നുണ്ട്. ഈ സാഗർ എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം വണ്ടികൾ ഒരുപാടുള്ളതുകൊണ്ട്. മരവണ്ടി ഒന്നും ഞാൻ ഓടിക്കുന്ന കാറ്റഗറി വേറെ, മരവണ്ടി അത് ഓരോ ഡ്രൈവർമാർ ഓരോ ഇതാ. ഇപ്പം കൂട് വണ്ടി ഓടിക്കുന്നവർ, ബോഡി വണ്ടി ഓടിക്കുന്നവർ, അതുപോലെ ഇങ്ങനെയുള്ള മരവണ്ടി ഓടിക്കുന്നവർ, ഈ എന്നിട്ട് പറയാം പെട്രോള് അങ്ങനെയുള്ള പാനി ഇതൊക്കെ ഓടിക്കുന്ന ആൾക്കാർ വേറെ, അങ്ങനെ ഒരുപാട് ചെറുവണ്ടി ഓടിക്കുന്ന ആൾക്കാർ, അങ്ങനെ പൈനാപ്പിൾ ഓടിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പൊ നമ്മുടേതായ, അതായത് നമ്മൾ പോകുമ്പോൾ ഞാൻ നോക്കുന്നത് കൂടുതലും ഞങ്ങളുടെ കമ്പനിയിലുള്ള കൂടുവണ്ടികളുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ ആൾക്കാരുണ്ടോ എന്നാണ് ഞങ്ങൾ കൂടുതൽ നോക്കുക. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് സബോള വണ്ടിയിൽ ഓടിയ ആളാണ്. അപ്പൊ അവൻ നോക്കുന്നത് കൂടുതലും ബോഡി വണ്ടി 12 വീല് അവൻ്റെതായ ആൾക്കാരുണ്ടോ. ഇപ്പൊ നമ്മൾ ഈ പേരെടുത്ത് പറയാനല്ലോ, ഒരുപാട് കമ്പനിക്കാർ ഇപ്പൊ നാസിക്കുന്ന അവിടെ നിന്നൊക്കെ ഒരു ഓടുണ്ട്, ഇവിടെ നിന്ന് ഇപ്പൊ നമ്മുടെ പെരുമ്പാടിൽ നിന്ന് ഓടുന്നത്. അപ്പൊ ഞങ്ങൾ അവരെ അങ്ങനത്തെ ഒരു അറിവ് മാത്രമേ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ വണ്ടിയും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കൂടെ ഓടി വരുന്നത്. നമ്മുടെ കർണാടക രജിസ്ട്രേഷൻ തന്നെയാണ്. ഇപ്പൊ അർജന്റ് വണ്ടി കർണാടക രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലും കർണാടക രജിസ്ട്രേഷനാണ്. മലയാളികളുടെ വണ്ടി കൂടുതലും കർണാടക രജിസ്ട്രേഷൻ തന്നെയാണ് എല്ലാ വണ്ടിയും. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ലക്ഷ്മണന്റെ കട സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഈ പറയുന്ന ഈ ഗംഗാനദി പുഴയുടെ അരികിൽ തന്നെയാണോ? അതിന്റെ അടുത്ത് തന്നെയാണ് കട. ആളുടെ വൈഫും 2 മക്കളും അവര് സന്തോഷമായിട്ടൊരു കുടുംബം. അവര് നമ്മളെ ഡ്രൈവർമാർ ചെല്ലുമ്പോൾ നല്ലൊരു ഫാമിലിയാണ്. നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ, ഇപ്പോൾ മറ്റുള്ളവർക്ക് പോലെയല്ല, നല്ല ആഹാരം, നല്ല രുചിയുള്ളത്, നല്ല വൃത്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത്. അവരെ പോലെ ഒരു നല്ലൊരു വേറൊരു ടീം അവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാം. കാരണം നമ്മളൊക്കെ ആ കൊച്ചുങ്ങൾ അറിയുന്നത് ഇപ്പൊ നമ്മുടെ ഉണ്ണിയിലൊക്കെ പ്രായമുള്ളൂ, അതിന്റെ താഴെയുള്ള കൊച്ചിന് 1 വയസ്സിന് താഴെയാണുള്ളൂ കൊച്ചി. അപ്പൊ നമ്മളറിയണത് നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കുളിച്ച് നല്ല രീതിയിൽ അവിടെ നിന്ന് പോകണതാണ്. നമ്മളെല്ലാവരും എല്ലാ ഡ്രൈവർമാരും അങ്ങനെ ചെയ്തേ പതിവ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഇത് ഉണ്ടാവണത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞങ്ങൾ ആദ്യം കണ്ട മണ്ണിടിച്ചിൽ കണ്ടതിന് ശേഷം ഉണ്ടാവുന്നതാണ് രണ്ടാമത് ഞാൻ എടുത്ത വീഡിയോ. ഇത് ആ രണ്ടാമത് എടുത്ത വീഡിയോ ഞാൻ എടുത്ത വീഡിയോ അല്ല, ഞാൻ കടന്ന് തൊട്ട് മുമ്പ്, അതായത് കടന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് അത്. കാരണം ആ ചായക്കടയുടെ തൊട്ട് ഇപ്പുറത്തെ കൂട്ടുകാരനായിരുന്നു, അവൻ അയച്ചു തന്ന വീഡിയോ ആണ് അത്. അപ്പൊ അവനത് വലിയൊരു സംഭവമായിട്ട്, കാരണം എന്താണ് അവിടെ നടന്നതെന്ന് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കാൻ, ബ്ലാസ്റ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എത്രമാത്രം മണ്ണ് വന്ന് വീണുന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായെന്ന് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്കും അതായത് അവിടെ ജീവനോടുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇത് എന്താണ് സംഭവിച്ചത്, മണ്ണിടിഞ്ഞു, അത് എന്തോരം വ്യാപ്തി ഉണ്ട് അല്ലെങ്കിൽ എത്ര ദൂരാണെന്ന് അവിടെ നിൽക്കണം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ 40 ടൺ ഭാരമുള്ള വണ്ടി നിഷ്പ്രയാസം ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് അങ്ങനെയാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ എത്ര വണ്ടി പെട്ടുണ്ട് ഞങ്ങൾക്കറിയില്ല, എത്ര വണ്ടി പെട്ടുണ്ടോ. അതായത് ഞാൻ കടന്നു പോയി തൊട്ട് മുന്നുള്ള ദൃശ്യമാണ് പിന്നെ നിങ്ങൾക്ക് കാണുന്നത്. അതായത് ആ മണ്ണ് ഇങ്ങനെ വരുന്നത്, അത് 3 വട്ടം മണ്ണിടിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, 3 വട്ടം മണ്ണിടിച്ചിട്ടുണ്ടാവാം. അതെനിക്കറിയില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വണ്ടി ഓടിയിട്ട് രണ്ടാമത് തിരിച്ചു വരുമ്പോൾ പിന്നെ കാണുന്നത് ഫുള്ള് മണ്ണ് നിരന്ന് ഭയങ്കരമായിട്ട് ഇതാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മൊബൈലിട്ട് ഞാൻ വീഡിയോ എടുക്കല്ല ചെയ്തത്. ഞാൻ അതിന്റെ ഉള്ളിൽ ആ കട എവിടെയാ, അതിന്റെ ആൾക്കാർ എവിടെയാ എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്കിത് വാർത്തയിൽ എന്നെ വിളിച്ചിട്ട് ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ, ഇത് ഭയങ്കര ടെൻഷനാണ്. ഞാൻ എങ്ങനെയോ ഗുജറാത്തിലേക്ക് ആയിരുന്നു എന്റെ ലോഡ്. ഗുജറാത്തിലേക്ക് ചെന്നതും അവിടെ എത്തിയതൊന്നും ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് എനിക്ക് ആ ചിന്ത വിട്ടു പോകണില്ലേ. ഞാൻ എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്ക് ഞാൻ വേറെ വഴിക്ക് തിരിച്ചു വന്നത് അവിടെ നിൽക്കട്ടെ. സത്യം പറഞ്ഞ പേടിയാണ് അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും. അത് അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. എന്തുണ്ടായെന്ന് പോലും പെട്ടെന്നൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇത് വരില്ലേ, അങ്ങനത്തെ അതൊക്കെ യാദൃശ്യമായിട്ടൊരു സംഭവം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് കാണുന്നത്. തിരിച്ചു വന്നപ്പോ ഇത് കാണുന്നത് മണ്ണ് മൊത്തം ഇങ്ങനെ വന്ന ആ ഇറക്കത്തിന്റെ തൊട്ട് താഴെ വന്ന മണ്ണ് ഇങ്ങനെ മൊത്തം മൂടിയിട്ട് പുഴ കാണാം, ടവർ വീണിട്ടുണ്ട്. പക്ഷെ അവിടെ വേറെ നിൽക്കാനോ വേറെ ഒന്നും നമുക്ക് പറ്റൂല. അപ്പൊ എന്റെ കൂടെ ഉള്ളവർക്ക് വിഷ്ണു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അപ്പൊ അവനാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അവനാണ് ആദ്യത്തെ വീഡിയോ എടുത്തായിരുന്നത്. അവൻ പറഞ്ഞു പൂവ് നിൽക്കരുത്, ഇവിടെ അടുത്ത മണ്ണിടി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളവരും കൂടി അതെങ്ങനെയാണ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ 2 പോസ്റ്റിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് മണ്ണിരിക്കും. ആ മണ്ണിന്റെ മുകളിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ അവിടെ എനിക്ക് അറിയാൻ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ആ കടയിരിക്കുന്ന ഭാഗത്തേക്ക് അതിന്റെ തൊട്ടപ്പുറത്തേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് തിരിയുമ്പോൾ തന്നെ അമ്പലം പോലെ ഇതുണ്ട്, അതിന്റെ അവിടെ വരെ എനിക്ക് എത്താൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് കാണാനോ ഒന്നും നോക്കാനോ എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്, ഞാൻ ആരെ കോൺടാക്ട് ചെയ്യും. ഒന്നെ സംബന്ധിച്ച് നമ്മൾ ഇവിടുന്ന് കേരളം വിട്ട് കഴിഞ്ഞാൽ ആരെ കോൺടാക്ട് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ആർക്കും ഒരാൾ ഉത്തരവാദിത്തം പറയില്ല. നമ്മൾക്ക് നമ്മുടെ ജീവനും നമ്മുടെ വണ്ടി നമ്മൾ തന്നെ സൂക്ഷിച്ചോളണം. ആരും ഒരാൾ നമുക്ക് ഒന്നും ചെയ്തു തരില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ കൂടുതൽ നമ്മൾ ആശുപത്രി പോകാറില്ല. കാരണം വെച്ചാൽ അവർക്ക് ഒന്നാമത്തെ കാര്യം ഒരു നല്ലൊരു ഡോക്ടർ ഇല്ല. നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇത് നമുക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഒന്നാമത് നമുക്ക് ഭാഷ അറിയില്ല. നമുക്കിപ്പോൾ ഹിന്ദി, ഇപ്പൊ എനിക്ക് ഹിന്ദിയൊക്കെ കുറച്ചൊക്കെ അറിയാം, കന്നഡ നമുക്ക് കേട്ടാൽ മനസ്സിലാവും, അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് പറയാനറിയാം. പക്ഷെ എന്നാൽ പോലും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല. ആ സമയത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ എന്റെ മുന്നിലുണ്ടായത് ഞാൻ കടന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു സിമെന്റ് വണ്ടിയാണ്. ആ വണ്ടി കയറി വന്നിട്ട് ആ വണ്ടിയുടെ മുന്നിൽ കൂടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ആ ഡ്രൈവർ ശരിക്കും പറഞ്ഞു, ഞാൻ ആ ഡ്രൈവർ തൊട്ടിട്ട് വർത്താനം പറഞ്ഞിട്ട് ആ ഡ്രൈവർ മിണ്ടിയിട്ടില്ല. ആ ഡ്രൈവർ ഇങ്ങനെ തന്നെ നിൽക്കായിരുന്നു സ്തംഭിച്ചിട്ട്. കാരണം അയാളുടെ മുന്നിൽ കൂടെ അയാളുടെ വണ്ടിമ തട്ടിയാണ് ഈ മണ്ണ് ഇങ്ങോട്ട് പോണത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് ശരിക്കും ഇത് മുന്നിൽ കണ്ടത്. അയാൾ ജീവനോടെ ഉണ്ടാവും, കാരണം അയാളുടെ പേരൊന്നും അറിയില്ല. അതെന്തുകൊണ്ട് ചാനലിൽ പറയുന്നില്ല? അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കന്നഡയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ സദൃശ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ചാനലുകാർ എല്ലാവരും തപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെന്നേ പറയുള്ളൂ. ഒന്നാമത്തെ കാരണം അവർക്കൊക്കെ പേടിയാണ്. അവിടുത്തെ സർക്കാരിനെ പേടിയാണ്, അവിടുത്തെ പോലീസിനെ പേടിയാണ്. അവിടുത്തെ നിയമവ്യവസ്ഥകൾ നമ്മളിവിടുത്തെ കേരളത്തിലെ പോലെയല്ല, അടിച്ചൊതുക്കണ ഇതാണ് ഗവൺമെന്റാണ്. അതൊന്നാമത്തെ കാര്യം. അതൊക്കെ നമ്മളിവിടുത്തെ പോലീസുകാർ ആൾക്കാർ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇപ്പോൾ കൗൺസിലർമാർ, ഒരു വാർഡ് മെമ്പർമാർ ആരെങ്കിലും ഓടി വരും. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. അതവരുണ്ടെങ്കിൽ തന്നെ ആരും വരില്ല. അവനാന്റെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളത് മെയിൻ കാര്യം. അതില് നമുക്ക് വ്യക്തമായിട്ട് അറിയണ കാര്യം. അതിപ്പോ ഈ ചാനലിൽ തന്നെ പുറത്തേക്ക് അറിയണത് എന്തൊക്കെ, ഞങ്ങൾ ഡ്രൈവർമാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയുന്നത് എത്രയോ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അതൊക്കെ ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയാണെങ്കിലും പോലീസുകാരെ പിടിച്ചു പറയുകയാണെങ്കിലും RTO എത്ര കാശ് കൊടുത്താലാണ് അപ്പുറത്തേക്ക് കടക്കുക എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏത് വണ്ടിക്ക് എത്ര രൂപ കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം. പോയി ജീവൻ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പോയി തിരിച്ചു വരണം. അർജുൻ തിരിച്ചു വരില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു പ്രശ്നം, അതൊരു എന്താ പറയാ, ആ ഒരു മണ്ണിടിച്ചിൽ തന്നെ വലിയൊരു അപകടം നടന്നിട്ടുണ്ട്. എന്റെ ഒരു അറിവില് തിരിച്ചു വരില്ല, അതായത് മരിച്ചു എന്നാണ് എന്റെ അറിവില്. അത് നുണ പറയല്ല. നമ്മള് എല്ലാവരും പറയുന്നത് തിരിച്ചു വരും. പ്രതീക്ഷ എല്ലാവർക്കും. ഇപ്പൊ ആ കുടുംബം തന്നെ ഇത് കാണുന്നുണ്ട്. അവർക്ക് പോലും അറിയാം, അവരുടെ മകൻ, ഇപ്പൊ ആ അമ്മയ്ക്ക് അറിയാം മകൻ മരിച്ചു, അപ്പൊ തിരിച്ചു വരില്ല എന്ന് മകൻ ആ അമ്മയ്ക്ക് അറിയാം. പിന്നെ നമ്മളെന്തിനാ അത് നുണ പറയണതിനാ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? വെറുതെ തമാശക്ക് പറയാം, അവൻ തിരിച്ചു വരും, അവൻ എവിടെയോ. പക്ഷെ ചാനലുകാർ നൽകുന്ന പ്രതീക്ഷകളൊക്കെ വെറും തെറ്റാന്നാണ് പറയുന്നത്. തെറ്റ് തന്നെയാണ്. അത് എല്ലാവർക്കും, ഈ ചാനലുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ പറയണ ഇപ്പൊ നിനക്കും അറിയാം തിരിച്ചു വരില്ല. മരിച്ച ആള് ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ അവിടുത്തെ പ്രശ്നം വെച്ചാൽ കുറെ ആൾക്കാർ ഈ സംഭവം മറക്കുന്നുണ്ട്. അതായത് കുറെ കാര്യങ്ങൾ മറക്കുന്നുണ്ട്. ടാങ്കർ വെള്ളത്തിൽ വീണിട്ട് ടാങ്കർ പൊട്ടിത്തെറിച്ചില്ല എന്ന് പറയുന്നുണ്ട് കുറെ ആൾക്കാർ. അവർ പറയണത് ലൈൻ കമ്പി പൊട്ടി വീണിട്ട് അതിന്റെ സ്പാർക്ക് കൊണ്ടാണ് ഈ അപ്പുറത്തെ വീട് തകർന്നതെന്നാണ്. അപ്പുറത്തെ വീട് തകരണമെങ്കിൽ ഏകദേശം ഒരു 600-700 മീറ്റർ ഉണ്ട് ആ വീതി ഉണ്ട് പുഴയ്ക്ക്.
ആ പുഴ ഇത്രയും മണ്ണിടിഞ്ഞു ഒക്കെ 200 മീറ്ററോളം മുകളിലേക്ക് പോയാൽ ആ മണ്ണിടിഞ്ഞ് താഴ്ത്തു വീണാൽ അതിന്റെ ഫോഴ്സിൽ അപ്പുറത്തെ വീട് തകർന്നു പോയി, തറ മാത്രമേ ഉള്ളൂ എന്ന് പറയണേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ പോണാണ്. ഇപ്പം നിങ്ങൾ ഇത്ര പേര് ആൾക്കാർ പോയാലില്ല, അന്ന് ഒന്ന് ഒന്ന് കമന്റ് ചെയ്യും, ആരെങ്കിലും നമ്പർ ഇടും, ഞാൻ വിളിക്കാം, നമ്മൾ സംസാരിക്കാം. നമുക്ക് നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പറ്റുമോ? ആ വീട് അങ്ങനെ പോയെന്ന്, ഈ മണ്ണിടിച്ചിലിന്റെ ഫോഴ്സിലാണ് ആ വീട് പോയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല. സത്യത്തില് അതല്ല അവിടെ സംഭവിച്ചേക്കണേ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കൂടെയുള്ള ഡ്രൈവറും അല്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടത് ഇതിനെ കുറിച്ച് തന്നെയായിരുന്നല്ലോ. ഇപ്പൊ ഇത്രയും ദിവസം 10-13 ദിവസമായിട്ട് ഈ സംസാരം തന്നെയായിരുന്നു. എല്ലാവരും പറയുന്നത് ഈ മണ്ണിടിഞ്ഞാൽ മാത്രം ആ എന്താ പറയാ അപ്പുറത്തെ വീടുകൾ പോകില്ല എന്നാ പറയണേ. അപ്പൊ എല്ലാവരും പറയുന്നത് ഒരു ഗ്യാസ് ടാങ്കർ 3 ടാങ്കർ ഉണ്ടായില്ല, ഒരു ടാങ്കർ ഈ പറഞ്ഞ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി മാറ്റിട്ടെന്ന് പറയണേ. അവനാണ് നമുക്ക് മെസ്സേജ് അയച്ചെന്ന് പറയുന്നത്. ബാക്കി 2 ടാങ്കറിൽ ഒരു ടാങ്കർ കാലി പിടിച്ച് കയറ്റി, മറ്റേത് കാലിയായിരുന്നു പറയണേ. പക്ഷെ എങ്ങനെയാണ് ഒരെണ്ണം കൂടി കാലിയാവണേ? മംഗലാപുരത്ത് നിന്ന് 2 എണ്ണം ഇപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് കാര്യമുള്ളൂ. അങ്ങനെ ഒരെണ്ണം കാര്യമുള്ളൂ എന്നാണ് വാർത്തയിൽ പറഞ്ഞത്. പക്ഷെ അതെങ്ങനെ ശരിയാവും? മംഗലാപുരത്ത് നിന്ന് വരുന്നത് ഫുള്ള് ലോഡായിരിക്കില്ലേ? ലക്ഷ്മണന്റെ കടയുടെ സൈഡിൽ കിടന്നത് 2 ലോഡാവില്ലേ? അതെങ്ങനെ ഒരെണ്ണം കാലിയാവും? ഒരെണ്ണം ഇന്ത്യൻ ഓയിലും ഒരെണ്ണം ഭാരതമാണ്. അപ്പൊ അതെങ്ങനെ ശരിയാവും? ഇന്ത്യൻ ഓയിലാണ് കരയ്ക്ക് കയറ്റിക്കുന്ന ഒരു വീഡിയോ കിട്ടിയത്. അത് ചാനലുകാർക്ക് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ചാനലുകാർക്ക് കിട്ടണം. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ നടന്നുണ്ട്, നമുക്കറിയാത്തതായിട്ട് ഇനിയും ഉണ്ട് ഇതുപോലെ ദുരൂഹതകൾ. അതൊക്കെ ഞാൻ പറയണെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയണേ. ഇതൊക്കെ മറക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ഒരു ഞങ്ങളെ ഡ്രൈവർമാർ കുറച്ച് പേര് പറയുന്നത് ആ ടാങ്കർ ഒരു ടാങ്കർ കാണാണ്ടായിട്ടുണ്ട്, ആ ടാങ്കറിന്റെ ഇത് മാത്രമേ കിട്ടുള്ളൂ, അതിന്റെ ഒരു കഷ്ണം മാത്രമേ, അതിന്റെ മറ്റേ ബോഡി എന്തി, അങ്ങനെ മറ്റേ ടാങ്കറിന്റെ കഷ്ണം, മറ്റേ ഈ ചേസ് എന്തി, ക്യാബിൻ ചേസ് എന്തി, അതാർക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നന്നായിട്ട് അന്വേഷിച്ച് നല്ലൊരു എന്താ പറയാ, നമ്മള് നല്ലൊരു സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പൊ ഒരു വിധി, നല്ല രീതിയിൽ ഒരു വിധി വരണം എന്ന് പറയണേ. അന്വേഷിച്ച് നല്ലൊരു CBI ആരെയും വന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഞാൻ പറയണം. അല്ലാണ്ട് ഇത് ഇങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ നാളെ ഞാനാവാം, ഒരുപക്ഷെ ഇനിയുള്ള ഡ്രൈവർമാരോട് എന്താ പറയാനുള്ളത്? അതിലെ പോകുന്ന ആൾക്കാർ ഡ്രൈവർമാരായിക്കോട്ടെ, അല്ലാണ്ട് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പലരും പറയുന്നുണ്ട് അതിന് മുമ്പ് സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്നത്, അവരോടൊക്കെ എന്താ പറയാ? സഞ്ചരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. അല്ല, അവിടെ ആദ്യമായിട്ടാണല്ലോ ഉരുള് പൊട്ടാന്നല്ല അവിടുത്തെ. അവിടെ എന്ന് പറഞ്ഞാൽ അതായത് അനാസ്ഥയാണ്, റോഡ് പണിയൊക്കെ അനാസ്ഥയാണ്. കാരണം നമ്മൾ കുഞ്ഞ പിള്ളേര് വഴി വെട്ടി കളിക്കുന്ന പോലെയാണ്. 2 വഴി ഇങ്ങനെ വെട്ടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മണ്ണെടുത്തിട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഹൈവേ ഉണ്ടാക്കി, കുറച്ചൊരു ടാർ ചെയ്തു, നടുക്കൊരു ഡിവൈഡർ വെച്ച് വണ്ടി ഇവിടുന്ന് പോകണം മംഗലാപുരത്ത്. വണ്ടി ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അങ്കോള എത്തണ വരെ നമുക്കറിയാം ഓരോരുത്തർക്കും വഴി എങ്ങനെയാണ്. ആ മണ്ണ് എപ്പോൾ വേണ്ടി ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ എത്രയോ വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഇഷ്ടം പോലെ, പറയാണ്ട് തന്നെ അറിയാലോ. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തേക്ക് പോയാലും റോഡാണെങ്കിലും ഒക്കെ കണക്ക്. മഴ പെയ്തപ്പോ എല്ലാ റോഡും കണക്കാം, എല്ലാ റോഡും. നമ്മുടെ റോഡ് നമ്മളെല്ലാവരും കുറ്റം പറയുന്നത് കേരളത്തിലുള്ള റോഡ് വളരെ മോശം മഴ പെയ്ത. അല്ല, ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ റോഡും കണക്കാം. മഴ പെയ്തപ്പോ അതില് ഒന്നും പറയില്ല, 100% എല്ലാം അങ്ങനെ തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇതില് ഡ്രൈവർമാരോട് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. മാക്സിമം നമ്മള് വണ്ടി ഒതുക്കണത് എന്താ പറയാ, നോക്കിയും കണ്ട് ഒതുക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഉറക്കം വരും, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം വെക്കണം, അല്ലെങ്കിൽ പ്രാഥമിക കർമ്മങ്ങൾ ഉണ്ട്, ഇതൊക്കെ നിർവഹിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ. ഓക്കെ, അപ്പോൾ പലരുടെയും ഡൗട്ടാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സംഭവം നടന്നത് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ നമ്മൾ വീഡിയോ എടുത്ത് ഞാനാണ് നേരിട്ട് തന്നെ നമ്മൾ ചോദിച്ചത്. വീഡിയോ അപ്പുറത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ്. അതായത് നമ്മൾ മംഗലാപുരത്ത് വരുമ്പോൾ ആ സൈഡിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് രണ്ടാമത് അപ്ലോഡ് ചെയ്തത്. അവൻ എന്റെ ഫ്രണ്ട്, അവനാണ് എനിക്ക് ഇത് അയച്ചു തന്നെ. അപ്പൊ അത് തൊട്ടപ്പുറത്താണ് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ വണ്ടി എടുത്ത് ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ എടുത്ത വീഡിയോ ഉണ്ട്. പക്ഷെ എനിക്കത് ഇപ്പൊ എനിക്ക് ചാനലിൽ കൊടുക്കാം, ഞാൻ ചാനലിൽ കൊടുക്കില്ല. കാരണം നമ്മളുടെ വീഡിയോ ചാനലിൽ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്റെ ആ വീഡിയോ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അർജുന്റെ വണ്ടി ഞാൻ ആ സമയത്ത് കണ്ടിട്ടില്ല, ഈ പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഈ ചാനലുകാർ നോക്കണത് ഞാൻ ഇപ്പൊ ആരെങ്കിലും വീഡിയോ കണ്ടോ, അർജുന്റെ വണ്ടി അതിലേക്ക് പോയോ എന്നാണ് അവർ നോക്കുന്നത്. പക്ഷെ നമ്മളത് കാണാത്ത കാര്യം കണ്ടുന്നോ, അല്ലെങ്കിൽ ആരാണ് ഇതിന് ശരിക്കും ഇത് കണ്ടെന്നോ ഒരു സത്യത്തിലൊരു ഇതില്ല. വിഷ്ണു കൂടെയുള്ള വണ്ടി ഓടിക്കുന്ന ആളല്ലേ? വിഷ്ണുവിന്റെ വീട് കോഴിക്കോടോ? എവിടെയാണ്? കുറ്റ്യാടി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാട്ടോ ഇതെടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ